മഹത്വത്തിൻ്റെ രാജാവിനെക്കുറിച്ചുള്ള അതിപ്രധാനപ്പെട്ട ദൈവവചന ചിന്തകൾ 24 സങ്കീർത്തനത്തിൽ നിന്നും നാം ധ്യാനിക്കുകയായിരുന്നു. നിങ്ങൾക്കത് സന്തോഷമായി എന്ന് പ്രതീക്ഷിക്കട്ടെ. എന്നെ സംബന്ധിച്ചത് തികച്ചും പുതിയതും ആവേശകരവുമായ ചിന്തയാണ്. പണ്ടൊക്കെ ആ ഭാഗമൊക്കെ വായിക്കും, ഈ വീട് പ്രതിഷ്ഠയ്ക്കൊക്കെ. പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, വാതിലുകളെ തല ഉയർത്തി എന്നൊക്കെ ഒന്നും അറിയത്തില്ല. പിന്നെ ബൈബിൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മൾ ബഹുമാനത്തോടുകൂടെ വായിക്കും. എന്നാൽ ഇന്ന് കുറേ കൂടെ വെളിച്ചം ദൈവം തന്നതിനായിട്ട് ഞാൻ സ്തോത്രം പറയുന്നു. ഈ വീടിൻ്റെ കഥകിന് പൊക്കം കൂട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ കഥകിന് പൊക്കം കൂട്ടാൻ പറ്റും. ഉയരത്തിലുള്ളത് ചിന്തിക്കുവീൻ. അവിടെ വരുമ്പോഴാണ് അതിൻ്റെ ആ എസൻസ് നമുക്ക് കിട്ടുന്നത്. കർത്താവിനെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഈ ചിന്താഗതി ഒന്ന് ഉയരണം. കൊക്കും അരയന്നവും തമ്മിൽ സംസാരിച്ചൊരു കഥയുണ്ട്, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയാ. സന്ദർഭശാല അരയന്നത്തിനെ കണ്ടുകൂട്ടി വിശാലമായ പാടത്ത്. കൊക്കുകൾ അവര് ഭൂരിപക്ഷമാണല്ലോ, അവരെല്ലാവരുടെ വളഞ്ഞു. അരയന്നത്തിനെ കണ്ട മദാമയല്ലേ, ഭയങ്കര സ്റ്റൈലല്ലേ, വർത്തമാനമൊക്കെ പറഞ്ഞു. ഇവിടെ ഇങ്ങനെ കാണാറില്ലല്ലോ, എവിടെ വീട്? അരയന്നം പറഞ്ഞു, ഞാൻ ഇവിടെയുള്ള ആളല്ലെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല, ഞാൻ സന്ദർഭവശാലെന്ന് വന്നതേ ഉള്ളൂ. എന്നാലും എവിടെയാ? കുട്ടനാടാണോ? അല്ലല്ല, ദേവലോകത്തിൽ നിന്ന്. ഓ, കേട്ടിട്ടുണ്ട്, ദേവലോകം എന്ന് കേട്ടിട്ടുണ്ട്. നല്ല സ്ഥലമല്ലേ? നല്ല സ്ഥലമാണോ എന്ന് എന്നെ ചോദിക്കാനുള്ള, എന്നെ കാണുമ്പോൾ തന്നെ അറിയാമല്ലേ. ഇങ്ങനെ കുറേ നേരത്തെ സംഭാഷണത്തിന് ശേഷം കൊക്ക് ചോദിച്ചു, അവിടെ ഈ ഞാഞ്ഞൂല് കിട്ടുമോയെന്ന് ചോദിച്ചു. ആരെയും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. കൊക്കുകൾ പറഞ്ഞു, ഞങ്ങളില്ല, ഞങ്ങൾ ആ വഴിക്കേ പോരുന്നില്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരും തിരിച്ചു പോയി. ഇതൊരു ചിന്താഗതിയെക്കുറിച്ച് പറയാൻ വേണ്ടിയുള്ളൊരു കഥയല്ല, അത് ഇവർ തമ്മിൽ വർത്താനമൊന്നും പറയത്തില്ലല്ലോ. അപ്പോൾ കൊക്കിനെ എത്ര അങ്ങോട്ട് ഭംഗി വെച്ചാലും ഡയലോഗ് അടിച്ചാലും മണ്ണിര, ഞാഞ്ഞൂല്, അതിന് മുകളിലൊന്നുമില്ല. അവൻ്റെ ലോകമാത. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ക്ഷമിക്കണേ, ആരെയും ചെറുതാക്കി പറയല്ല. ഏറ്റവും പാവപ്പെട്ടവനും ചിന്തയിൽ വലുതാകാം. അങ്ങനെയുള്ള എത്രയോ പേരെ എനിക്കറിയാം. പേരൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ട് വരും, അതുകൊണ്ട് പറയുന്നില്ല. ഉയർന്ന ചിന്ത. എന്നോടുകൂടെ യാത്ര ചെയ്തിട്ടുള്ള ഒത്തിരി സഹോദരന്മാർ, ദേവാസന്മാരുണ്ട്. വണ്ടി ഓടിക്കാൻ വന്നവരും അല്ലാതെ വന്നവരും. അതിൽ ഏറ്റവും പാവപ്പെട്ടവനായ ഒരു സഹോദരൻ എപ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങിയാലും പുള്ളി ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് പോയി ബില്ല് പേ ചെയ്തിരിക്കും. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞ, അവൻ്റെ ചിന്ത വലുതാണ്. പൈസയൊന്നുമില്ല അവൻ്റെ കയ്യിൽ, പക്ഷെ അവൻ ചെയ്തിരിക്കും. അത് ഉയർന്ന ഒരു ചിന്തയുണ്ടെങ്കിലേ അത് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അയ്യോ വലിയ പാസ്റ്ററല്ലേ, പുള്ളി ചെയ്തോളും, അങ്ങനെയാ എല്ലാവരും ചിന്തിക്കുന്നേ. പക്ഷെ അവൻ അതിൽ നിന്ന് വ്യത്യസ്തനാണ്, പക്ഷെ അവൻ പാവപ്പെട്ടവനാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, എൻ്റെ സുഹൃത്തുക്കൾ ഇത് കേൾക്കും, അയ്യോ ഞങ്ങൾ വലിയ ചെയ്തില്ലെന്നാണല്ലോ എൻ്റെ അർത്ഥം. അതല്ല, ഇതൊക്കെ സ്വാഭാവികതയിൽ നിന്ന് വരണം. അല്ലാതെ ഇനിയിപ്പോൾ ഈ പ്രസംഗം കേട്ടേച്ച് നാളെ എന്നാ ചെയ്തേക്കാവുന്നുള്ളതല്ല. ഇതൊക്കെ ഒരു സ്വാഭാവികതയാണ്. അപ്പം ചിന്തയിൽ നിങ്ങൾക്ക് വലിയവരാകാൻ കഴിയും, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു വാക്യം കാണിക്കുകയാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. നിങ്ങൾ എൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കിയേ. യേശുക്രിസ്തുവിൻ്റെ അതേ ലെവൽ ഗ്ലോറി പ്രാപിക്കാൻ വേണ്ടി നമ്മളെ സുവിശേഷത്താൽ രക്ഷയിലേക്ക് വിളിച്ചു.
സ്റ്റാൻഡേർഡ് മാറിയോ നമ്മുടെ? അതിനാണ് തല ഉയർത്തണമെന്ന് പറയുന്നത്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും, നിങ്ങൾക്ക് നിങ്ങളുടെ നിലവാരം മാറാൻ പോകുന്നു. ഇതെല്ലാം പറഞ്ഞ് വരുമ്പോഴത്തേനും ഇപ്പോഴത്തെ കാർ മാറ്റിയിട്ട് വലിയ കാർ മേടിക്കണം, ഇപ്പോഴത്തെ വീട് ബുൾഡോസർ കൊണ്ടൊന്ന് ഇടിച്ച് നിരത്തിയിട്ട് താജ്മഹൽ പോലെ പണിയണം എന്നൊക്കെ പറയുന്ന ആ ഒരാശയം ഇതിനകത്ത് കയറരുത്. അതുമല്ല ഇവിടുത്തെ വിഷയം. ഇതിനേക്കാളൊക്കെ വലിയ വിഷനാണ് യേശുക്രിസ്തു നമുക്ക് തരുന്നത്. നിങ്ങളെ സുവിശേഷ നിമിത്തം ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ചത് എന്തിനാണെന്നറിയാമോ? യേശുക്രിസ്തുവിൻ്റെ ഗ്ലോറി പ്രാപിക്കാനാണ്. നമുക്ക് പറ്റിയൊരു കുഴപ്പം, അത് കാഹളം ധ്വനിക്കുമ്പം കിട്ടിക്കോളും പറഞ്ഞിരിക്കുക. എല്ലാം നമ്മൾ നാളേക്ക് വെക്കുക. ഇന്ന് ആ മഹത്വത്തിൻ്റെ ലെവലിൽ ചിന്തിക്കാൻ നമുക്ക് തുടങ്ങാം. ഇതൊരു കൊച്ചു മെസ്സേജ് അല്ലേ? ചിന്തിച്ചു തുടങ്ങാം. ഗോഡ് ബ്ലെസ് യു.